ഈ കൈക്കരുത്തിന്റെ ചൂടറിയാതൊരു ബൗളറും ഗ്രൗണ്ട് വിട്ടിട്ടില്ല. ബഹിരാകാശവും കടന്ന സിക്സർ. EPL സംഘാടകർക്ക് ഇനി ആ ബോൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. അതടിച്ച് ബൗണ്ടറി കടത്തിയത് റോഷനാണ്. റോഷൻ എന്ന ഈ കൈക്കരുത്തിന്റെ പര്യായത്തിന്റെ ഷോട്ടുകൾ എവിടെ ചെന്ന് നിലം പതിക്കുമെന്ന് ഒരു ക്യാമറ കണ്ണുകൾക്കും ഒപ്പിയെടുക്കാൻ സാധിക്കാറില്ല. വീണ്ടും നിലക്കാത്ത സിക്സറുകളുമായി സന്ദീപ് ഈ ഫൈനൽ മത്സരം തന്റേതാക്കി മാറ്റുന്നു. സാദിഖ് ഫീൽഡർക്ക് മുകളിലൂടെ സിക്സിലേക്ക്. ആവേശമാകുന്നു ഈ ഫൈനൽ മത്സരം. സ്കോർപിയൻസ് സാദിഖിന്റെ സിക്സിലൂടെ തിരിച്ചു വരുന്നു. ആര് മുന്നേറും, ആര് നേടും ഈ കപ്പ്? നിബ്രാസ് ഗ്രൗണ്ടിനും പുറത്തേക്ക്. എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് 5ാമത് സീസൺ ആവേശത്തിൻ്റെ ഫൈനൽ. സ്കോർപിയൻസ് വേഴ്സസ് റെയിൻബോ ടൈറ്റാൻസ്. വീണ്ടും ആവർത്തിക്കുന്നു, എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് സംഘാടകർക്ക് അഭിമാനിക്കാം. ഇത്രയും മഹത്തായ ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിച്ചത്. ആവേശത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ചതിന്. ത്രില്ലടിപ്പിച്ച ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ, അതിനേക്കാൾ ത്രില്ലടിപ്പിച്ച സെമി ഫൈനൽ മത്സരങ്ങൾ, അതിനേക്കാൾ ത്രില്ലടിപ്പിച്ച സെക്കൻഡ് സെമി ഫൈനൽ മത്സരത്തിൻ്റെ സൂപ്പർ ഓവർ അവസാനം അംഗത്തിനൊരുങ്ങുന്നു. സ്കോർപിയൻസ് വേഴ്സസ് റെയിൻബോ ടൈറ്റാൻസ്. ഗ്ലാമർ താരങ്ങൾ അണിനിറക്കുന്ന സൂപ്പർ പോരാട്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ഫൈനലിനെ കുറിച്ച്. എത്രയെത്ര സുന്ദര നിമിഷങ്ങളാണ് ഈ ടൂർണമെന്റിലുടനീളം സമ്മാനിച്ചത്. സ്കോർപിയൻസ് വേഴ്സസ് റെയിൻബോ ടൈറ്റാൻസ്. ആ പൊൻകിരീടം നേടിക്കൊണ്ട് ആര് മടങ്ങും ഈ അബുദാബിയുടെ മണ്ണിൽ നിന്ന്? ടോസ് നടക്കുന്നു. ടോസ് ലഭിച്ച സ്കോർപിയൻസ് ബൗളിംഗ് തെരഞ്ഞെടുക്കുന്നു. 5 ഓവർ ഫൈനൽ മത്സരം. റെയിൻബോ ടൈറ്റാൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഹരി ആൻഡ് റോഷൻ. സ്ട്രൈക്കിലെത്തുന്നു ഹരി. ബൗൾ ചെയ്യാനെത്തുന്നു ക്യാപ്റ്റൻ സാദിഖ്. സീസൺ 5 ആര് നേടും? സ്കോർപിയൻസ് വേഴ്സസ് റെയിൻബോ ടൈറ്റാൻസ്. സ്കോർപിയൻസ് ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ബണ്ടി പട്ടേലും ആഷിഖ് അലിയും അണിനിരന്ന ശക്തരായ ഗോൾഡൻ ആമിനെ ആവേശ പോരാട്ടത്തിൽ അവസാന ഓവറിൽ പിടിച്ചുകെട്ടി ഫൈനലിലേക്ക് മുന്നേറിയ ടീം സ്കോർപിയൻസ്. അവസാന ഓവറിൻ്റെ മജീഷ്യൻ അജു, ദ റിയൽ ഓൾ റൗണ്ടർ, വെറും 9 റൺസ് പോലും നേടാൻ എതിർ ടീമിനെ അനുവദിക്കാതെ ഫൈനലിലേക്ക് ടീമിനെ നയിച്ചവൻ. അവൻ്റെ പേര് അജു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങിയ കളിക്കാരൻ. ആദ്യ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു സാദിഖ്. സ്ട്രൈക്കിൽ ഹരി. ആദ്യ ബോൾ ഫീൽഡ് ചെയ്യുന്നു മുജീബ്. സ്ട്രൈക്കിലെത്തുന്നു റോഷൻ. 5 മത്സരങ്ങളിൽ നിന്ന് 307 സ്ട്രൈക്ക് റേറ്റിൽ 83 ആവറേജിൽ 243 റൺസ് നേടിക്കൊണ്ട് ടീമിനെ ഈ ഫൈനൽ വരെ എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച ബാറ്റർ റോഷൻ എന്ന അധികായൻ്റെ ചൂടറിയാതെ
ഒരു ബൗളറും മടങ്ങിപ്പോയിട്ടില്ല. സാദിഖ് ടു റോഷൻ. കൃത്യമായ ബൗളിംഗ് സാദിഖ്. ഒരു സിംഗിൾ മാത്രം. അത് ഡബിളാക്കി മാറ്റുന്നു. അമ്പയർ കോൾ ഔട്ട്. രണ്ടാം റൺസിനുള്ള ശ്രമത്തിൽ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു. സ്ട്രൈക്കിലെത്തുന്നു വീണ്ടും റോഷൻ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഇർഷാദ്. സ്ട്രൈക്കിൽ സാദിഖ്. ബാറ്റിംഗ് ഓർഡറിൽ ഒരു ചേഞ്ച് വരുത്തുന്നു. സാദിഖ് ബ്രില്യൻ. ഈ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നു അമ്പയർ മിസ്റ്റർ വിപിൻ. സാദിഖ് സ്കോർപിയൻസ് ക്യാപ്റ്റൻ. ഓൾറൗണ്ട് മികവിലൂടെ ടീമിനെ മുന്നിൽ നിന്ന് പടനയിച്ചവനെന്ന് ചരിത്രം രേഖപ്പെടുത്തും അയാളെക്കുറിച്ച്. അഗൈൻ ബ്രില്യൻ. വിക്കറ്റിന് പിന്നിൽ നിബ്രാസ്. ഡോട്ട് ബോൾ. ഒരു കട്ട് ഷോട്ട്. സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഇർഷാദ്. ബ്രില്യൻ ബൗളിംഗ് സാദിഖ്. ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 3 റൺസ് മാത്രം. ടോസ് ലഭിച്ച് ബൗളിംഗ് തെരഞ്ഞെടുത്ത തീരുമാനം 100% ശരിവെക്കുന്ന മികവാർന്ന ബൗളിംഗ് പ്രകടനം സാദിഖ് സാദി. ബൗൾ ചെയ്യാനെത്തുന്നു മുഷാഹിർ. സ്ട്രൈക്കിൽ റോഷൻ. ഫൈനൽ മത്സരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരിക്ക് പറ്റിയിട്ടും കളം വിടാതെ ബൗളിങ്ങിനെത്തുന്നു മുഷാഹിർ. സ്ട്രൈക്കിലുള്ളത് റോഷൻ. വിക്കറ്റിന് പിന്നിൽ നിബ്രാസ്. സെക്കൻഡ് ഓവർ ആദ്യ ബോൾ. സ്ട്രൈറ്റിലേക്ക്. കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ ഇർഷാദ്. അമ്പയർ കോൾ നോ ബോൾ. ഒരു ബിഗ് ഷോട്ട്. പക്ഷേ ഫീൽഡർ ഉണ്ട്. ഒരു സ്റ്റെപ്പ് ഔട്ട് നോ ബോൾ. അതുകൊണ്ട് തന്നെ ഫ്രീ ഹിറ്റും ലഭിക്കുന്നു. ഫ്രീ ഹിറ്റിൽ സ്ട്രൈക്കിലെത്തുന്നത് റോഷൻ. ഫ്രീ ഹിറ്റ് ബോൾ. റോഷൻ. കൃത്യമായൊരു ഫീൽഡിംഗ്. ആ ഫ്രീ ഹിറ്റ് ബോളിലും പക്ഷേ ബൗണ്ടറി നേടാൻ സാധിക്കാതെ പോകുന്നു റെയിൻബോ ടൈറ്റാൻസിന്. സ്ട്രൈക്കിലെത്തുന്നു ഇർഷാദ്. ഇർഷാദ് മരകം അതിഭീകരം. ഈ 6 ഫൈനൽ മത്സരത്തിൽ മുഷാഹിറിനെതിരെ ഇർഷാദിന്റെ ഒരു അത്യുജ്വല 6. സൈലന്റ് കില്ലർ ഇർഷാദ്. ലെഗ് സൈഡിൽ ഒരു സിംഗിളിലൂടെ സ്ട്രൈക്കിലെത്തുന്നു റോഷൻ. ഒരു കരുത്തുറ്റ ഷോട്ടുമായി റോഷൻ. ഈ കൈക്കരുത്തിന്റെ ചുടറിയാതൊരു ബൗളറും ഗ്രൗണ്ട് വിട്ടിട്ടില്ല. വ്യക്തിഗത സ്കോർ ഈ ടൂർണമെന്റിൽ നേടിയെടുത്തത് 250 മുകളിൽ റോഷൻ. ബഹിരാകാശവും കടന്ന 6. EPL സംഘാടകർക്ക് ഇനി ആ ബോൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. അതടിച്ച് ബൗണ്ടറി കടത്തിയത് റോഷനാണ്. റോഷൻ എന്ന ഈ കൈക്കരുത്തിന്റെ പര്യായത്തിന്റെ ഷോട്ടുകൾ എവിടെ ചെന്ന് നിലം പതിക്കുമെന്ന് ഒരു ക്യാമറ കണ്ണുകൾക്കും ഒപ്പിയെടുക്കാൻ സാധിക്കാറില്ല. മുഷാഹിർ ബൗൾ ചെയ്ത കഴിഞ്ഞ ഓവറിൽ മാത്രം പിറന്നത് 23 റൺസ്. പരിക്കു പറ്റിയ കാലുമായി ബൗൾ ചെയ്യാനെത്തിയതാണ് മുഷാഹിർ. എല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ടീമിന് വേണ്ടി ഫൈനലിൽ ഇറങ്ങുമ്പോൾ മുഷാഹിറിനറിയാം തനിക്ക് നേരിടേണ്ടത്, താൻ പന്തെറിയേണ്ടത് റോഷൻ എന്ന അധികായൻ്റെ മുന്നിലാണെന്ന്. എന്നിട്ടും ടീമിന് വേണ്ടി പരിക്ക് വകവെക്കാതെ ബൗളിങ്ങിനെത്തിയപ്പോൾ പക്ഷേ പിടിവിട്ടു പോകുന്നു
ആദ്യ ഓവറിൽ 3 റൺസ് മാത്രം വഴങ്ങിയ സ്കോർപിയൻസിന് രണ്ടാം ഓവറിൽ വഴങ്ങേണ്ടി വന്നത് 23. 2 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 26. ബൗൾ ചെയ്യാനെത്തുന്നു ഉസ്മാൻ ആഷിഖ്. സ്ട്രൈക്കിൽ ഇർഷാദ്. ഒരു ഹെലികോപ്റ്റർ ഷോട്ട്. ഫീൽഡർ യെസ്, കൃത്യമായത് കൈകളിൽ ഒതുക്കുന്നു. ഉസ്മാൻ ആഷിഖ് ബൗൾ ചെയ്യാനെത്തി ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടിയെടുക്കുന്നു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സന്ദീപ് എരുമേലി. ഉസ്മാൻ ആഷിഖ് ടു സന്ദീപ്. കൃത്യമായ ഒരു സിംഗിൾ. സന്ദീപ് എരുമേലി ആൻഡ് റോഷൻ റെയിൻബോ ടൈറ്റൻസിന് വേണ്ടി ക്രീസിൽ ഒന്നിക്കുന്നു. റോഷനിലേക്ക് സ്ട്രൈക്ക് കൈമാറുന്നതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരിട്ട് ആദ്യ ബോൾ ഒരു കട്ട് ഷോട്ടിലൂടെ സിംഗിൾ നേടി സ്ട്രൈക്കിലെത്തിക്കുന്നു റോഷനെ. റോഷൻ ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡർക്ക് അടുത്തേക്കെത്താൻ സാധിക്കാതെ പോകുന്നു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഒരു റിസ്കി റൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിബ്രാസ് എന്ന വിക്കറ്റ് കീപ്പർ വിക്കറ്റിന് പിന്നിൽ നിലയുറപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും സെമി ഫൈനൽ മത്സരത്തിലും 2 പറക്കും റണ്ണൌട്ടുകൾ. വീണ്ടും എക്സലന്റ് കീപ്പിംഗ്. നിബ്രാസ് ഒരു എക്സ്ട്രാ റൺ ലഭിക്കുന്നു. ബ്രില്യൻ ബൗളിംഗ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിൽ സന്ദീപ്. ബ്യൂട്ടി ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. സന്ദീപ് എരുമേലി. ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം നിറഞ്ഞു നിന്നൊരു ഷോട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിമനോഹരമായ ഒരു ഷോട്ടിലൂടെ നിർണായക 4 റൺസ് നേടിയെടുക്കുന്നു. 2 ഓവറും 5 ബോളും പിന്നിടുമ്പോൾ സ്കോർ 35. സന്ദീപ് എരുമേലി റിയൽ ഓൾറൗണ്ടർ. ഓഫ് സൈഡിലേക്ക് അല്പം മാറിക്കൊണ്ട ലെഗ് സൈഡിലേക്ക് ഒരു അത്യുജ്വല 6. സന്ദീപ് എരുമേലി. 3 ഓവർ പിന്നിടുമ്പോൾ സ്കോർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 41. ക്രീസിൽ തുടരുന്നു സന്ദീപ് ആൻഡ് റോഷൻ. ഈ ടൂർണമെന്റിന് വേണ്ടി മാത്രം റെയിൻബോ ടൈറ്റൻസിന് വേണ്ടി ഐക്യൻ താരങ്ങളായെത്തിയ ഇരുവരും ക്രീസിൽ നിലയുറപ്പിക്കുമ്പോൾ ഇനിയുള്ള 12 പന്തുകളിൽ എത്ര കണ്ട് റൺസ് പിറക്കുമെന്ന് ഒരു കണക്ക് കൂട്ടലുകൾക്കും പ്രവചിക്കാൻ കഴിയാതെ പോകുന്നു. റോഷൻ റൺ മിഷീൻ എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫൈനലടക്കം 6ാമത് മത്സരം നേടിയത് 260 മുകളിൽ. അതിൽ എത്രയെത്ര സിക്സറുകളാണ് പിറന്നത്. ബൗൾ ചെയ്യാനെത്തുന്നു അജു. യെസ്, ഒരു സംശയമേതുമില്ലാതെ 6ലേക്ക് പറത്തുന്നു. പക്ഷേ ഈ അജു എന്ന കളിക്കാരനാണ് ഈ ഫൈനലിലേക്ക് ടീമിനെ നയിച്ചത്. ഒരു ഗുഡ് കംബാക്ക്. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു സന്ദീപ്. ഗോൾട്ടനാം എന്ന അതിശക്തരായ ടീമിനെതിരെ അവസാന ഓവറിൽ 9 റൺസ് മാത്രം ആവശ്യമുള്ള സമയത്ത് ബൗൾ ചെയ്യാനെത്തി കളി പിടിച്ച് ടീമിനെ ഫൈനലിലേക്ക് നയിച്ച അജു ടു സന്ദീപ്. ഒരു ഫുൾ ടോസ് ബോൾ. ഗ്രൗണ്ടിനും പുറത്തേക്ക്. സന്ദീപ് എരുമേലി
നേരത്തെ പറഞ്ഞതാണ്, ഈ രണ്ട് ഐക്യൻ താരങ്ങൾ ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ പിറക്കുന്ന സിക്സറുകളുടെ എണ്ണം ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ലെന്ന്. ഗുഡ് കം ബാക്ക്. മുജീബ്, കൃത്യമായൊരു ഫീൽഡിംഗ്, സിംഗിൾ മാത്രം. ഇനി ശേഷിക്കുന്നത് 2 പന്തുകൾ ഈ ഓവറിൽ. ഓ, ഫീൽഡർ സാദിഖ മിസ്സാക്കി കളയുന്നു. വിക്കറ്റിനുള്ള സുവർണാവസരം കൈകളിൽ തട്ടിയത് 6ലേക്ക് നിലം പതിക്കുമ്പോൾ സ്കോർ ബോർഡിൽ 61. ഇനി ശേഷിക്കുന്നത് 7 ബോളുകൾ. ഓ, ഒരു കട്ട് ഷോട്ട്. ഫീൽഡർ റാഷി സിംഗിൾ പൂർത്തിയാക്കുന്നു. 4 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 62. അവസാന ഓവർ ബോൾ ചെയ്യാനെത്തുന്നു റമീസ്. ഫൈനലിൻ്റെ ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ഓവർ. സ്ട്രൈക്കിൽ റോഷൻ. ഒരു പവർഫുൾ ഷോട്ട്, പക്ഷേ ഫീൽഡർ ഓ, നിർണായക ക്യാച്ച്, നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു റമീസ്. ആ മഹത്തായ ഇന്നിങ്സിന് ഇവിടെ വിരാമമാകുന്നു റോഷൻ. അഭിമാനത്തോടെ മടങ്ങാം ഈ ടീമിനെ. ഈ ഫൈനൽ മത്സരം വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഈ ഫൈനലിലും അത്യുജ്വല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് റോഷൻ എന്ന ഈ അധികായൻ മടങ്ങുന്നത്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ കിരൺ. അവസാന ഓവറുകളിൽ 6 സിക്സ് പ്രതീക്ഷിച്ചു നിന്ന റെയിൻബോ ടൈറ്റാൻസിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് റമീസ് എന്ന ബൗളർ ആദ്യ ബോളിൽ തന്നെ റോഷൻ്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു. ഇനി 5 പന്തുകൾ. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ സന്ദീപ് എരുമേലി. ഇനി ശേഷിക്കുന്നത് 4 പന്തുകൾ. റമീസ് ടു സന്ദീപ്. ഒരു ബിഗ് ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. സന്ദീപ് ഒരവസരവും ഫീൽഡർക്ക് നൽകാതെ ബൗണ്ടറിയിലേക്ക് പറത്തിവിടുന്നു സന്ദീപ്. ഈ ഫൈനൽ മത്സരത്തിൽ സ്ട്രൈക്കിലെത്തിയപ്പോഴെല്ലാം സന്ദീപിന്റെ ബാറ്റുകന്തിനെ ബൗണ്ടറിയിലേക്ക് പായിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ അവസാന ഓവറിൽ ഇനി ശേഷിക്കുന്നത് 3 പന്തുകൾ. വീണ്ടും നിലക്കാത്ത സിക്സറുകളുമായി സന്ദീപ് ഈ ഫൈനൽ മത്സരം തന്റേതാക്കി മാറ്റുന്നു. സ്കോർപിയൻസ് എന്ന ഹാർഡിറ്റർമാർ അണിനിരക്കുന്ന ടീമിനെതിരെ എത്ര വലിയ സ്കോർ നേടിയാലും മതിയാകില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സന്ദീപ് ബഹിരാകാശവും കടന്നൊരു സിക്സർ. വീണ്ടും പറയുന്നു EPL സംഘാടകരോട്, ആ ബോൾ നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. അത്യുജ്വല സിക്സ്, അതിമാരകം, അതിഭീകരം. സന്ദീപ് എരുമേലി. അവസാന ബോൾ. സ്കോർ 79. ഓ, വാട്ട് എ ഫീലിംഗ്. റമീസ് തൻ്റെ ബൗളിങ്ങിൽ ഫീൽഡ് ചെയ്തുകൊണ്ട് ആ വിക്കറ്റ് നേടിയെടുക്കുന്നു. വിജയലക്ഷ്യം 80. 30 പന്തുകളിൽ വേണ്ടത് 80. സന്ദീപ് എരുമേലി അത്യുജ്വല ബാറ്റിംഗ് പ്രകടനത്തിന് ശേഷമാണ് അവസാന ബോളിൽ റണ്ണൌട്ടായി പുറത്താകുന്നത്. ആവേശത്തിൻ്റെ ഫൈനൽ മത്സരമാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. അഡിറ്റർമാരുടെ ബാറ്റിംഗ് നിരയുമായാണ് സ്കോർപിയൻസ് ഈ ഫൈനൽ വരെ എത്തിയത്. അതുകൊണ്ടുതന്നെ 80 എന്ന ടാർഗറ്റ് സ്കോർപിയൻസിനെ സംബന്ധിച്ച് അതിവിദൂരമല്ലെന്ന് അവർക്കറിയാം. ആവേശത്തിൻ്റെ ഒരു ഫൈനൽ ഇവിടെ പിറക്കുമെന്നതിലൊട്ടും സംശയമില്ല. സ്കോർപിയൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു സാദിഖ് ആൻഡ് അജു. വിജയലക്ഷ്യം 80.
എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് സീസൺ 5. ബോൾ ചെയ്യാനെത്തുന്നു റോഷൻ. സ്ട്രൈക്കിലുള്ളത് സാദിഖ്. 180 റൺസുമായി ടോപ്പ് സ്കോററിൽ രണ്ടാമത് നിൽക്കുന്ന ബാറ്റർ. ടീമിനെ മുന്നിൽ നിന്ന് പടനയിച്ച ക്യാപ്റ്റൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഓൾറൗണ്ടർ സാദിഖ്. റോഷൻ ടു സാദിഖ്. ആദ്യ ബോൾ. സ്ട്രൈക്കിലെത്തുന്നു അജു. സെമിഫൈനൽ മത്സരത്തിൽ ബണ്ടി പട്ടേലിനെതിരെ തുടരെ 3 ബൗണ്ടറികൾ നേടി കരുത്തു കാട്ടിയ ബാറ്റർ. ഓ, റോഷൻ കബളിപ്പിച്ച് കളയുന്നു അജു എന്ന ബാറ്ററെ. കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ സാദിഖ്. ലെഗ് സൈഡിലേക്ക് പന്ത്. ബൗണ്ടറിയിലേക്ക് ഫീൽഡർ ഹരി. ഓ, അത് 4-ൽ ചെന്ന് പതിക്കുന്നു. 4 പന്തുകൾ പിന്നിടുമ്പോൾ 6 റൺസ്. കൃത്യമായ ബൗളിംഗ്, കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ അച്ചു. ശക്തമായ അപ്പീൽ. യെസ്, അമ്പയർ കോൾ ഔട്ട്. ആദ്യ ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു റോഷൻ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മായാജാലം തീർക്കുന്നു റോഷൻ എന്ന റെയിൻബോ ടൈറ്റാൻസിന് വേണ്ടി. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ മുഷാഹിർ. പരിക്ക് വകവെക്കാതെ ബാറ്റിങ്ങിനും ഇറങ്ങുന്നു മുഷാഹിർ. സ്ട്രൈക്കിൽ സാദിഖ്. ബോൾ ചെയ്യാനെത്തുന്നു അൻസാർ പാലക്കാട്. ആദ്യ ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 8 റൺസ് മാത്രം. അൻസാർ പാലക്കാട് 6 വിക്കറ്റ് നേട്ടവുമായി രണ്ടാമത് നിൽക്കുന്ന ബൗളർ. സാദിഖ് നേരിട്ട് ആദ്യ പന്ത് തന്നെ ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു. ക്യാപ്റ്റൻ. ഇറ്റ് ഈസ് ക്യാപ്റ്റൻ ഷോട്ട്. 1 ഓവറും 1 ബോളും പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 13. കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ മുഷാഹിർ. ഓഹോ, അൻസാർ പാലക്കാട് ആ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു. 7 വിക്കറ്റ് നേട്ടവുമായി ബൗളിംഗിൽ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതെത്തുന്നു അൻസാർ പാലക്കാട്. ക്രീസിലെത്തുന്നു നിബ്രാസ്. ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കൽപ്പുള്ള ബാറ്റർ. അൻസാർ ടു നിബ്രാസ്. ബ്രില്യൻ അൻസാർ. ആദ്യ ബോളിൽ ഒരു ബൗണ്ടറി വഴങ്ങിയതിന് ശേഷം 1 വിക്കറ്റും നേടിയെടുത്തുകൊണ്ട് ശക്തമായ തിരിച്ചുവരവ് അൻസാർ പാലക്കാട്. പക്ഷേ ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു സാദിഖ്. അൻസാർ തൻ്റെ ബൗളിങ്ങിലെ വൈവിധ്യം കൊണ്ട് ബാറ്റേഴ്സിനെ കബളിപ്പിക്കുന്ന ബൗളർ. ഒരു റിവേഴ്സിലെ ശ്രമം. ഫീൽഡർ. ശക്തമായൊരു ഫീൽഡിംഗ്. ഓ, ഡോട്ട് ബോൾ. റാഷിയുടെ കൃത്യതയാർന്ന ഫീൽഡിംഗ്. ഒരു ബൗണ്ടറി സേവ് ചെയ്യുന്നു. 2 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 15. ബോൾ ചെയ്യാനെത്തുന്നു സന്ദീപ് എരുമേലി. 18 പന്തിൽ വിജയത്തിലേക്ക് വേണ്ടത് 65 റൺസ്. അൻസാറിൻ്റെ കൃത്യമായൊരു ബോളിംഗ്. വെറും 7 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടിയെടുക്കുന്നു. 7 വിക്കറ്റോടെ ഈ ടൂർണമെന്റ് ലീഡ് ചെയ്യുന്നു അൻസാർ.
അമ്പയർ കോൾ നോ ബോൾ. നിർണായക 4 റൺസ് നേടിയെടുക്കുന്നു നിബ്രാസ്. പക്ഷേ ഈ നോ ബോളിൽ ഫ്രീ ഹിറ്റ് അനുവദനീയമല്ല. ഈ ടൂർണമെന്റിൽ സ്റ്റെപ്പ് ഔട്ടിന് മാത്രമാണ് ഫ്രീ ഹിറ്റ് ഉള്ളത്. സന്ദീപ് ടു നിബ്രാസ്. What a comeback! What a comeback! എക്സ്പീരിയൻസ് നമ്മൾ കണ്ടറിഞ്ഞതാണ്. സൂപ്പർ ഓവറിൽ ആദ്യ 3 റണ്ണുകളടക്കം 14 റൺസ് വഴങ്ങിയ സന്ദീപ് പിന്നീട് 3 ഡോട്ട് ബോളുകൾ എറിഞ്ഞുകൊണ്ട് അത്ഭുതം തീർത്ത പ്ലെയർ. നിബ്രാസ്. പക്ഷേ ഫീൽഡർ കൃത്യമായൊരു ഫീൽഡിംഗ്. ഇർഷാദിന്റെ കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു സാദിഖ്. വീണ്ടും ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സാദിഖ്. ഓ, ഫീൽഡർക്ക് മുകളിലൂടെ 6 സ്കോർ 30 ആവേശമാകുന്നു ഈ ഫൈനൽ മത്സരം. സ്കോർപിയൻസ് സാദിഖിന്റെ 6 തിരിച്ചു വരുന്നു. ആര് മുന്നേറും? ആര് നേടും ഈ കപ്പ്? ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡർ ഇർഷാദ്. യെസ്, കൃത്യമായൊരു ക്യാച്ച. സന്ദീപ് റിവഞ്ചിന്റെ വിക്കറ്റ്. സന്ദീപിന്റെ ബൗളിംഗിൽ ഇർഷാദ് ക്യാച്ച് എടുത്തുകൊണ്ട് കളിയിലേക്ക് തിരിച്ചു വരുന്നു. ക്യാപ്റ്റൻ സാദിഖിനെ പുറത്താക്കിക്കൊണ്ട് ആധിപത്യം ഉറപ്പിക്കുന്നു റെയിൻബോ ടൈറ്റാൻസ്. ഒട്ടനവധി അസുലഭ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ടൂർണമെന്റ് എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് സീസൺ 5. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ശ്യാം. സെമി ഫൈനൽ മത്സരത്തിൽ അവസാന ഓവറിൽ തുടരെ 6 നേടിയ ബാറ്റർ ഈ ഫൈനൽ മത്സരത്തിൽ ക്രീസിലെത്തുമ്പോൾ ഒന്ന് ഭയക്കണം റെയിൻബോ ടൈറ്റാൻസ്. സന്ദീപ് ടു ശ്യാം. ഒരു സിംഗിൾ മാത്രം. 3 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 49 റൺസ്. ശേഷിക്കുന്നത് 12 ബോളുകൾ. ബോൾ ചെയ്യാനെത്തുന്നു ഫാദി. സ്ട്രൈക്കിൽ ശ്യാം. ബ്രില്യൻ. വിക്കറ്റിന് പിന്നിൽ രോഹിത്. ഡോട്ട് ബോൾ. ഇനി 11 പന്തിൽ 49. ആരു നേടും ഈ സീസൺ 5 സുവർണ കിരീടം? റെയിൻബോ ടൈറ്റാൻസ് വേഴ്സസ് സ്കോർപിയൻസ്. അത്യുജ്വല ഫൈനൽ പോരാട്ടം. What a bowling. ഒരു ചേഞ്ചർ ബോളുമായി വീണ്ടും ഫാദി. തുടരെ 2 ഡോട്ട് ബോളുകൾ. Again 3 ഡോട്ട് ബോൾസ്. അത്ഭുതം സൃഷ്ടിക്കുന്നു ഫാദി. റെയിൻബോ ടൈറ്റാൻസ് സെമി ഫൈനൽ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യാനിറങ്ങി ആദ്യ ഓവറിൽ തന്നെ 4 വിക്കറ്റുകൾ വീണ ഒരു ഘട്ടത്തിൽ പുറത്തു പോയെന്ന് തോന്നിച്ച ടീം ഇതാ ഇവിടെ ഫൈനലിൽ അത്യുജ്വല പോരാട്ടം നടത്തുന്നു സ്കോർപിയൻസിനെതിരെ. വീണ്ടും ഫാദി. രോഹിത്. ഓ, അമ്പയർ കോൾ വൈഡ്. ഓ, ഒരു മോശം ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫൈനലിലേക്ക് അത് അനായാസം ബൗണ്ടറിയിലേക്ക് പറത്തുന്നു ശ്യാം. സ്കോർ 36. ബ്രില്യൻ. ഗുഡ് കംബാക്ക്. ഒരു സിംഗിൾ മാത്രം. നിബ്രാസ്. ഗ്രൗണ്ടിനും പുറത്തേക്ക്. ഏക് മാർ ദോ തുകട. പക്ഷേ ആ ഒരു 6 വിജയത്തിലേക്ക് മതിയാകുമോ?
കത്തിരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യയുടെ ഓവറിൽ നോ സ്ട്രൈക്കിൽ കുടുങ്ങിപ്പോയ നിബ്രാസിന് സ്ട്രൈക്ക് കിട്ടിയത് അവസാന ബോൾ മാത്രം. അവസാന ഓവർ ബോൾ ചെയ്യാനെത്തുന്നു റാഷി, സ്ട്രൈക്കിൽ ശ്യാം. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 37 റൺസ്. വിക്കറ്റിന് പിന്നിൽ റോഷൻ. ഓഫ് വൈഡിൽ എറിഞ്ഞ ബോൾ പന്ത് ബൗണ്ടറിയിലേക്ക് പറത്തുന്നു ശ്യാം. കൃത്യമായ ബോളിംഗ്, പക്ഷേ അത്യുജ്വല സിക്സ് നേടുന്നു ശ്യാം. ഇനി 4 പന്തിൽ വേണ്ടത് 27. ഫീൽഡർ ഇർഷാദ്, കൃത്യമായൊരു ഫീൽഡിംഗ്, ഒരു സിംഗിൾ മാത്രം. ഇനി 3 പന്തിൽ നേടേണ്ടത് 26 റൺസ്. നിബ്രാസ് ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു. നിബ്രാസ് ബ്രില്യൻ ഡോട്ട് ബോൾ. Again back to back dot ball. Rainbow Titans Season 5 ചാമ്പ്യന്മാർ. റോഷൻ RR 777 റെയിൻബോ ടൈറ്റാൻസ് ഈ കിരീടം നേടിയിട്ടുണ്ടെങ്കിൽ കടപ്പെടേണ്ടത് ഈ റോഷൻ എന്ന അധികായനോട്ടാണ്. നേടിയെടുത്തത് 275 റൺസ്, ഒട്ടനവധി വിക്കറ്റുകളും ഓൾറൗണ്ട് പ്രകടനം. റോഷൻ ആൻഡ് സന്ദീപ് എരുമേലി ഈ 2 ഐക്യൻ താരങ്ങളുടെ കരുത്തിൽ തന്നെയാണ് ഈ ഫൈനൽ നേടിയെടുക്കുന്നത്. എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് സീസൺ 5 അത്യുജ്വല പോരാട്ടം നടത്തിയ സ്കോർപിയൻസിനും അഭിമാനിക്കാം. അബുദാബി പ്ലേയേഴ്സിനെ അണിനിരത്തിക്കൊണ്ട് ഈ ഫൈനൽ വരെ എത്തിയ സാദിഖ് നയിച്ച സ്കോർപിയൻസ് മികവാർന്ന പ്രകടനത്തിലൂടെ തന്നെയാണ് ഫൈനൽ വരെ എത്തിയത്. അഷിഖ് അലിയും ബണ്ടി പട്ടേലും അണിനിരന്ന ശക്തരായ ഗോൾഡൻ ആമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്കോർപിയൻസ് ഫൈനലിലേക്ക് മുന്നേറിയത്. Hey!